നമസ്കാരം. ഏറ്റവും വലിയ ഉപദേശിക്കുന്നവർ ആരാന്നറിയാം? പോലീസുകാരാ. നമ്മൾ എന്തെങ്കിലും ഒരു കേസിൽ പ്രതിയായി അവിടെ ചെന്നാൽ എന്തിനാ അത് ചെയ്ത്, നിങ്ങൾ എന്തിനാ ഇത്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കുന്നത് പോലീസുകാരാണ്. ഈ ഒട്ടും ഉപദേശിക്കാത്ത വർഗം ആരാന്നറിയാം? വക്കീലന്മാർ. എന്തോ അടിപിടി നടത്തിക്കിട്ട് വന്നാലും സസന്തോഷം സ്വീകരിക്കുന്നത് എന്നുവെച്ചാൽ അവരുടെ വയറ്റിപ്പഴപ്പാണ്. അതുകൊണ്ട് ഒട്ടും ഉപദേശിക്കത്തില്ല. നീ നല്ലത് ചെയ്യണം എന്നൊന്നും പറയത്തില്ല. അത് ചെയ്യണ്ടായിരുന്നു, കുഴപ്പമില്ല, നമ്മൾ രക്ഷിക്കാം, ചുമ്മാ വാക്ക് കൊടുക്കും. വെറുതെയാ വാക്ക്. അവൻ ശിക്ഷിച്ചകത്ത് പോയാൽ പിന്നെ ഈ വാക്കിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. അവൻ വന്ന് തിരിച്ച് എന്താടാ പറ്റി എന്നെ രക്ഷിക്കാനും ചോദിക്കത്തില്ലല്ലോ. പിന്നെ ഏറ്റവും ഭയമുള്ള വർഗം ന്യായാധിപന്മാരാണ്, ജഡ്ജിമാർ. അവർക്ക് പൊതുജനങ്ങളെയും മറ്റുള്ളവരെയും എല്ലാം ഭയമാണ്. അവരിയ്ക്കുന്ന കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്കും അവർക്കെല്ലാവരെയും ഭയമാണ്. കാരണം വെച്ചാൽ അവർക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആരെങ്കിലും ഒരു 10 തെറി പറഞ്ഞാൽ കേൾക്കാനേ നിവൃത്തിയുള്ളൂ, തിരിച്ചൊന്നും പറയാനും പറ്റത്തില്ല. ഇനി കേസ് കൊടുത്താലോ അവർ വാദിയായിട്ട് കേസ് കോടതി വരും, വേറൊരു ജഡ്ജിൻ്റെ മുമ്പിൽ. അത് അവർക്ക് വലിയ പ്രശ്നമാണ്, വാദിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു വർഗമുണ്ട്, അധ്യാപകർ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജോലി, ഏറ്റവും സമ്മതിയുള്ള ജോലി, ഏറ്റവും ബഹുമാനം കിട്ടുന്ന ജോലി ഒക്കെ അധ്യാപകരാണെന്നുള്ള ധാരണ അധ്യാപകർക്കുണ്ട്. വിദ്യാർത്ഥികളെ പലപ്പോഴും കാണുമ്പോൾ സാറേ എന്നൊക്കെ വിളിക്കും. പക്ഷേ ഒരു പവറുമില്ലാത്ത, ഒരു സ്വാധീനമില്ലാത്ത ഒരു വർഗമാണ് അധ്യാപകർ. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, അധ്യാപകനെ കണ്ടു സാറേ എന്ന് പറഞ്ഞ് മുണ്ടൊക്കെ അഴിച്ചിടും. പക്ഷേ ഈ വിദ്യാർത്ഥികളൊക്കെ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ അധ്യാപകർ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാൽ എൻ്റെ സാറാ എന്നൊക്കെ പറയും. പക്ഷേ കാര്യം ഒക്കെ അടുക്കുമ്പോൾ സാറേ അത് അങ്ങനെ അതിൽ പറ്റത്തില്ല സാറേ, ക്ഷമിക്കണം സാറേ എന്ന് പറഞ്ഞ് കൈക്കലയ്ക്ക് വാങ്ങുന്നതിട്ട് വാങ്ങിക്കളയും. വെളിയിൽ ഇറങ്ങി നടക്കുന്ന ജഡ്ജിയുടെ ചൗക്കുറ്റിക്ക് അടിച്ചാൽ എന്തെങ്കിലും പ്രത്യേക കേസുണ്ടോ? KJ മേനോനെ അടിക്കുന്നതിനുള്ള കേസേ ഉള്ളൂ. കോടതിക്കകത്ത് വെച്ചും ഒക്കെ ആണെങ്കിൽ വ്യത്യാസമുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ ഇപ്പം എൻ്റെ ചൗക്കുറ്റിക്ക് അടിക്കുന്ന അതേ എഫക്റ്റേ ഉള്ളൂ വെളിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു ജഡ്ജിയുടെ ചൗക്കുറ്റിക്ക് അടിച്ചാലും. ചീത്ത വിളിച്ചാലും അതേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് ആരും പോയി ചൗക്കുറ്റിക്ക് അടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യരുത്. അവരോടൊപ്പം ജോലി ചെയ്യുന്നവരാണ് മറ്റ് ജഡ്ജിമാരും. വെച്ച് കാച്ചി തരും, ശിക്ഷ ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കോടതി ആണേലും മേളത്തെ കോടതി ആണേലും കൂടെയുള്ള ഒരു ജഡ്ജിയെ ചീത്ത വിളിക്കുകയോ ചൗക്കുറ്റിക്ക് അടിക്കുകയോ ഒക്കെ ചെയ്താൽ ആ കേസ് വന്നാൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ശിക്ഷിച്ചു വിടും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ BNS-ലും IPC-ലും ഒക്കെ ജഡ്ജിയെ അടിച്ചാലും KJ മേനോനെ അടിച്ചാലും വക്കീലിനെ അടിച്ചാലും ആരെ അടിച്ചാലും ഒരേ കേസേ ഉള്ളൂ, വ്യക്തിപരമായി. പിന്നെ പോലീസുകാരുടെ കാര്യം പറയാം. പോലീസുകാർക്ക് വലിയ പവറാണെന്നൊക്കെ നമ്മൾ തോന്നും. ഒരു പവറും ഇല്ല. പോലീസുകാർ പെട്ടാൽ പെട്ടതാ. അവർ ഒരു കേസിൽ പ്രതിയാകുക, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക, എന്തെങ്കിലും ഒരു നിയമപ്രശ്നം വരിക, കൂടുള്ള പോലീസുകാരൻ വരെ കാല് വാരും. ഉന്നത ഓഫീസർമാരെല്ലാം കൈ മലർത്തും. പോലീസ് മർദ്ദന കേസുകളിൽ 99-100% പോലീസുകാരും ശിക്ഷിക്കപ്പെടും. അതിന് കാരണം അതിലെ സാക്ഷികൾ മൊത്തം പോലീസുകാരായിരിക്കും സാക്ഷികൾ. അവർ കൃത്യമായിട്ട് മൊഴി പറയും, കൃത്യം എവിഡൻസ് ആയിരിക്കും. പോലീസ് മർദ്ദനത്തിൽ മരിച്ച കൊലപാതക കേസിലുണ്ട്, ഏതെങ്കിലും കേസിൽ വെറുതെ വിട്ടിട്ടുണ്ടോ? വിടത്തില്ല. അത് എല്ലാം ശിക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും ദുർബലമായ പണിയാണ് പോലീസ് പണി. അത് പോലീസിലിരിക്കുന്നവർക്കറിയാം. ഇപ്പം SI-യും CA-യും DYSP-യും ഒക്കെ ആണെന്ന് വിചാരിച്ചു. അവരിറങ്ങി വരുമ്പോൾ വലിയ ഗമയും പത്രാസും ഒക്കെ ഉണ്ട്, പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യും. പക്ഷേ ഇവർക്കൊരു പ്രശ്നം പറ്റിയാൽ പോയി, സമ്പൂർണ്ണമായി പോയി. എത്രയോ പോലീസുകാർ ഔദ്യോഗിക ജോലിക്കിടയിൽ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനി ജയിലിൽ പോയാലോ ഈ കിടക്കുന്ന ക്രിമിനൽസ് മുഴുവൻ അവരെ തൊഴിക്കും. കാരണം പോലീസിനോട് ഭയങ്കര ശത്രുതയാണ്. ജയിലിൽ പോയാൽ ഏറ്റവും അംഗീകരിക്കുന്ന ഒരേ ഒരു വർഗ്ഗമേ ഉള്ളൂ, അത് വക്കീലന്മാർ. ഇവർ ജയിലിൽ വന്നാലും നാളെ ഒരു കാലത്ത് വെളിയിലിറങ്ങിയാൽ കേസിന് സഹായകരമാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് കുറ്റവാളികൾക്കുള്ളത്, അല്ല ജയിലിൽ കിടക്കുന്നവർക്കുള്ളത്. പോലീസുകാരെന്നാൽ ഇടിയോടിടിയാ. എനിക്കറിയാം പല പോലീസുകാരും അവർ ഇടി പേടിച്ച് വേറെ സെല്ലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്ത് വലിയ സ്വാധീനിച്ചൊക്കെയാണ് കിടന്നിട്ടുള്ളത്. അങ്ങനെ ഓരോരോ പ്രൊഫഷനിലെ വ്യത്യാസം. വക്കീലന്മാർക്ക് പിന്നെ ഒരു ഗുണമുണ്ട്. വക്കീലന്മാർ ഒരു വക്കീലിനെതിരായാലും നല്ലൊരു പറ്റം അനുകൂലമായി നിൽക്കും.
സഹായിക്കും. പ്രൊഫഷനിൽ ചില അസൂയകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കോമൺ ഇഷ്യൂവിൽ അവർ സഹായിക്കും. വക്കീലന്മാരുടെ സഹായം വളരെ ഗുണകരമാണ്, നിസ്സാരമല്ല. വക്കീലന്മാർക്ക് എല്ലാ മേഖലകളിലും സ്വാധീനമുണ്ട്. ഇപ്പം ജഡ്ജിമാരുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ജഡ്ജിമാർക്ക് ഒരു പ്രശ്നം വന്നാൽ, അവർ വീട്ടിലൊരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, ഒരു കാരണവശാലും അവർക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോലും വിളിക്കാൻ പറ്റത്തില്ല. അവർ ഏതെങ്കിലും ഒരു വക്കീലിനെ ആശ്രയിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. വക്കീലെ ഒന്ന് പറയണേ, അല്ലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയണേ. ഒരു ജഡ്ജിക്ക് നേരിട്ട് എൻ്റെ ബന്ധുവാണ് എന്നൊരു SI വിളിച്ച് പറയാൻ പറ്റത്തില്ല, ഒരു CA വിളിച്ച് പറയാൻ പറ്റത്തില്ല, ഒരു DYSP വിളിച്ച് പറയാൻ പറ്റത്തില്ല. അഥവാ പറഞ്ഞ് എന്തെങ്കിലും ഇതുണ്ടായാൽ അത് വലിയ വാർത്തയാവും, അവരുടെ പണിക്ക് പ്രശ്നമാവും. ഇതൊക്കെയാണ് ഉപരിപ്ലവമായ ഒരു അവലോകനം.